സ്റ്റേഷനിലുണ്ടെന്ന് ഇപ്പൊ സ്റ്റേഷനിലില്ലല്ലോ സാറേ. ഇപ്പൊ അവര് സ്റ്റേഷനിലില്ലല്ലോ സാറേ. നാട്ടുകാരെടുത്ത് പരിശോധിക്കും. ഇവിടെ പരിശോധിച്ചെടുത്ത പല ഈ ഒരു സംഭവം കുറെ നാളെ ഒരു സംഭവം അറിഞ്ഞപ്പോ തന്നെ പോലീസ് തക്ക സമയത്ത് ഇടപെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നില്ല. ഞങ്ങളിപ്പോ പറഞ്ഞതിന്റെ കാര്യം വേറെ ഒന്നുമില്ല. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പള് ഇവിടെ ഈ ഗേറ്റും തുറന്ന് ഇവിടെ എല്ലാം ഇട്ടേക്കില്ല. ഇതിനകത്ത് പ്രിൻസിപ്പൾ ഇല്ല, മാനേജർ ഇല്ല. ഇവർക്ക് ഒരു അവരുടെ അവസ്ഥ എന്തോ അത് നിങ്ങൾ പോലീസുകാരെന്തോ ഒന്നും ഇണ്ടാതെ അത് അവരുടെ അവസ്ഥ എന്തോ അവരുടെ പറ്റിയുള്ള കാര്യങ്ങൾ അതുകൂടെ പറയണ്ടേ, അതുകൂടെ സൂചിപ്പിച്ചു പോകേണ്ട ആൾക്കാർ. അവിടെ കെട്ടിട്ടേക്കുന്ന അതിനകത്താ കിടന്ന് കരയുന്നത്. 500 രൂപയ്ക്കുണ്ട്. കുഞ്ഞിന്റെ നടുവിന് വടി കൊണ്ട് അടിക്കുകയും ഇങ്ങനെ വിടരുതായിരുന്നു. കൊച്ചു പിള്ളേരെ ഇവിടെ വരുന്നത്. അവരെ കൊണ്ട് എന്തെങ്കിലും കഴിച്ച് തല കീഴായി കുത്തിയിട്ട് അബദ്ധവശാൽ ആ പാനൊന്ന് കറങ്ങി എന്തോ ചെയ്യും? ആ അവസ്ഥ ഒന്ന് ചിന്തിക്കും. രാത്രി ഇവിടെ കൊച്ചു പിള്ളേരെ കരച്ചിൽ കേൾക്കാനേ ഉള്ളൂ സമയം. അതെങ്ങനെ 4 വർഷം കഴിഞ്ഞ് മറക്കും. എന്നിട്ട് ഇതിനകത്ത് എന്തോ ആ ആളിന്റെ വീട്ടിൽ അമ്മ ആ ആളെങ്ങനെ അവിടെ കെട്ടിട്ടേക്കുന്ന അതിനകത്താ കിടന്ന് കരയുന്നത്. ഇവിടെ ലിവിംഗ് വാട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിന് അനുബന്ധമായിട്ട് ഒരു ഓർഫണേജ് CWC ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഓർഫണേജ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വെക്കേഷൻ സമയത്ത് 4 കുഞ്ഞുങ്ങൾ ഓർഫണേജിൽപ്പെട്ട്, അതായത് തീരെ സാമ്പത്തികമില്ലാത്ത നിർധനരായിട്ടുള്ള കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അവരെ 4 പേരെ വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് പറഞ്ഞു കൊണ്ടുവന്ന് CWCയുടെ അറിയിപ്പ് കിട്ടുകയും നോട്ടീസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അവരെ വിടാതെ ഈ കുഞ്ഞുങ്ങളിവിടെ താമസിക്കുകയും ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 30-ാം തീയതി ഇവിടുത്തെ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടുത്തെ കുക്കും കൂടെ, പുള്ളിയുടെ 500 രൂപ കളവ് പോയെന്നും പറഞ്ഞ് ഈ കുഞ്ഞാണെന്ന് ആരോപിച്ചുകൊണ്ട് ഈ 11 വയസ്സുള്ള ഈ കുഞ്ഞിനെ കാലിൽ കയറെ കെട്ടി ഫാനിൻ്റെ ഹൂക്കെ കെട്ടി വലിച്ച് പോലീസുകാർ പണ്ട് അനുവർത്തിച്ച് വരുന്ന മൂന്നാം മുറ നമ്മൾ കേട്ടില്ല, ആ 3-ാം മുറ പ്രയോഗിച്ച് 500 രൂപയ്ക്കുണ്ട് കുഞ്ഞിൻ്റെ നടുവിന് വടി കൊണ്ട് അടിക്കുകയും ആ കുഞ്ഞിനെ പറഞ്ഞ് വീട്ടിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞ് വീട്ടിൽ ചെന്ന് പറഞ്ഞ രക്ഷകർത്താക്കളോട് പറഞ്ഞപ്പോഴാണ് അവരോട് വന്നത് അന്വേഷിച്ചപ്പോൾ ഇത്രയും വലിയ പ്രാകൃത മനുഷ്യൻ അവലംബിക്കുന്ന ഒരു ശിക്ഷാ നടപടിയാണെന്ന് മനസ്സിലാക്കി ഇത് പുറം ലോകം അറിയുകയും പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് നിയമ നടപടി സ്വീകരിക്കുകയും. 12 വയസ്സായ ഒരു കുഞ്ഞിനെ കാലിൽ കെട്ടി തൂക്കാൻ ശ്രമം നടന്നു എന്നതിൻ്റെ പരാതി പ്രകാരം ഞങ്ങൾ അപ്പോഴെ തന്നെ കുട്ടിയുടെ പിതാവിൻ്റെ മൊഴി എടുക്കുകയും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ആ സ്പോട്ടിൽ തന്നെ നമ്മളൊന്ന് പ്രതികളായ 2 പേരുണ്ട്. അവർ 2 പേരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. അവരെ ഇന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവരെ കോടതിയിൽ ഹാജരാക്കും. അതിൻ്റെ അന്വേഷണം അതിൻ്റെ കൃത്യമായിട്ടും നടക്കും. പ്രതികൾ, ഒരു പ്രതി കുട്ടിയുടെ കാലിൽ കയറുകൊണ്ട് കെട്ടിയ ശേഷം ഹൂക്കിൽ കെട്ടി തൂക്കി എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത പ്രതി അതിന് വേണ്ടി വേണ്ട കയറെടുത്തുകൊണ്ട് കൊടുത്തെന്നാണ് പറയുന്നത്. എന്നാൽ 2 പ്രതികളെ നമ്മൾ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രതികളും നമ്മൾ ഇന്ന് കോടതി ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്യും.